നമസ്കാരം. ഇനി വെറും ഔപചാരികതയുടെ പേരിൽ മാത്രം തീർക്കേണ്ട ഒരു മത്സരം. 115 റൺസ് വേണം കിവികൾക്ക് അവസാനത്തെ 4 ഓവറിൽ വിജയിക്കാൻ. സ്വപ്നം പോലും കാണണ്ട, ഇന്ത്യ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ വിശ്വകിരീടം 2026 T20 ലോകകപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോളങ്ങളും തെറ്റിച്ചുകൊണ്ട്, ഇതുവരെ ഉണ്ടായിരുന്ന പല ചരിത്രങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇന്ത്യ വിജയിക്കുന്നു. അതും ആധികാരികമായ വിജയം. നിങ്ങൾ ആ ഫീൽഡ് നോക്കിയാൽ മനസ്സിലാകും. വാലറ്റക്കാർക്ക് വേണ്ടി എറിഞ്ഞു വിടുന്ന ജസ്പ്രീത് ബുംറയും കൂട്ടരെയും കാണാൻ സാധിക്കും. ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, 100 റൺസിന് ജയിക്കുമോ അതോ അതിൽ താഴെ വിജയിക്കുമോ? എത്രയ്ക്ക് ജയിച്ചാലും കിവി ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നു. കിവി ഡീപ്പ് റോസ്റ്റ്, കിവി ഡീപ്പ് ഫ്രൈ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതിന് ചുക്കാൻ പിടിച്ചത് സഞ്ജു സാംസൺ ബൗളിംഗ് എൻഡിൽ. ജസ്പ്രീത് ബുംറ ഇതാ 3 വിക്കറ്റുകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി പറഞ്ഞതുപോലെ ഔപചാരികതയുടെ പേരിൽ മാത്രമുള്ള മത്സരമാണ് നടക്കുന്നത്. 255 എന്ന ടോട്ടലെങ്കിലും ന്യൂസിലൻഡിന് അതിന്റെ അടുത്തെങ്കിലും എത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുമ്പോൾ ഇതാ 110 റൺസിന് ന്യൂസിലൻഡിന് വേണം. 8 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിരിക്കുന്നു. 2 വിക്കറ്റുകൾ മാത്രം ബാക്കി. ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റനായ സാന്നർ ആണ് ഒരു വശത്ത്. പക്ഷേ മറുഭാഗത്ത് ബൗളേഴ്സ് മാത്രമാണ്. ഒരു കാര്യവുമില്ല, കളി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഔപചാരികതയുടെ പേരിൽ മാത്രം മത്സരം തുടരുന്നു. 16 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ന്യൂസിലൻഡ് 143ന് 8 റൺസ്. ഇത് ഇന്ത്യയുടെ വിജയം മാത്രമല്ല, ഇതിന് തുടക്കം കുറിക്കുന്നത് നമ്മൾ പറഞ്ഞു പോകാനാണെങ്കിൽ 11 താരങ്ങളുടെ പേരും പറഞ്ഞു തന്നെ പോകണം. അത് പറയേണ്ട സമയം തന്നെയാണിതെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. നമുക്ക് പുറകിൽ നിന്നും തന്നെ തുടങ്ങാം. എന്തായാലും ജസ്പ്രീത് ബുംറ ടീമിന്റെ ലൈനപ്പിൽ മാത്രമായിരിക്കും ഈ മനുഷ്യൻ ഏറ്റവും അവസാന സ്ഥാനം. പക്ഷേ ടീമിന്റെ കുന്തമുന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്ലെയർ ആയിട്ട് തന്നെ ജസ്പ്രീത് ബുംറയെ വിളിക്കേണ്ടി വരും. എപ്പോഴൊക്കെ ടീമിന് ആവശ്യമുണ്ടോ, എന്നെല്ലാം സമയം ടീമിന് ആവശ്യമുണ്ടോ, അതിപ്പോ അവസാനത്തെ ആയിക്കോട്ടെ, പവർ പ്ലേയിലായിക്കോട്ടെ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്നെ വേണമോ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം. എൻ്റെ 24 പന്തുകൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഓരോ തവണയും ഞാൻ എറിയുമ്പോൾ അത് മനസ്സറിഞ്ഞെറിയുന്നതാണ്. അതിൽ ഞാൻ വിക്കറ്റോ ഡോട്ട് ബോളോ സിറ്റുവേഷൻ എന്താണോ ആവശ്യം അത് ഞാൻ തരുമെന്ന് വിളിച്ചു പറയുന്ന ജസ്പ്രീത് ബുംറയാണ് നമ്മൾ ഓരോ മത്സരത്തിലും, അതിപ്പോ ഗ്രൂപ്പ് സ്റ്റേജ് ആയാലും സൂപ്പർ 8 ആയാലും സെമി ആയാലും ഫൈനൽ ആയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് പ്ലെയറിനെ ഒരു പക്ഷേ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് നിൽക്കുന്നത്. ഇപ്പോൾ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അർഷ്ദീപ് സിംഗിനെ പറ്റി പറയാനാണെങ്കിൽ പവർ പ്ലേസിൽ നിർണായകമായ ബ്രേക്ക് ത്രൂ തന്ന പ്ലെയർ. എപ്പോഴൊക്കെ ടീമിന് തുടക്കത്തിൽ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം തന്നിട്ടുണ്ട്. ഡെത്ത് ഓവേഴ്സിൽ ഈ ടൂർണമെന്റിൽ കുറച്ച് ലീക്ക് ചെയ്തിട്ടുണ്ട് റൺസ് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം നൽകുന്ന കോൺട്രിബ്യൂഷൻ ചെറുതൊന്നുമല്ല. വരുൺ ചക്രവർത്തി ഇന്നത്തെ മത്സരത്തിൽ സൈഫേർട്ടിന്റെ വിക്കറ്റ് എടുത്ത് ന്യൂസിലൻഡിന്റെ അവസാനത്തെ ആണി അടിച്ചെടുത്ത വരുൺ ചക്രവർത്തിക്ക് ഇത്തവണയും റൺസുകൾ ഒഴിച്ചു പോയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബട്ട് T20യിൽ അയാളുടെ റാങ്കിംഗ് തെളിയിക്കും അയാൾ എന്താണ് ടീമിന് വേണ്ടി നൽകുന്ന സംഭാവനയെന്ന്. ഹാർദിക് പാണ്ഡ്യ ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു, ഫീൽഡിങ്ങിൽ ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ കുറ്റവും കുറവും പറയുന്നതിനേക്കാൾ ഉപരി ടീമിന് അയാൾ നൽകുന്ന ഓവറോൾ കോൺട്രിബ്യൂഷൻ എന്തുമാത്രമാണെന്ന് സൂചിപ്പിക്കും. അയാൾ എന്ന പ്ലെയർ ഇന്ത്യൻ ടീമിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോൺ നട്ടല് എന്നാണെന്നുള്ളത്. ശിവം ദൂബെ ബോളിംഗിൽ ഈ ടൂർണമെന്റിൽ അദ്ദേഹം ഫ്ലോപ്പ് ആണെങ്കിൽ ബാറ്റിംഗിൽ അതിന് എല്ലാ തരത്തിലുമുള്ള തിരിച്ചടികൾ നൽകിയ പ്ലെയർ ആണ്. ഈ മത്സരം തന്നെ എടുത്തു നോക്കിയാൽ അത്യാവശ്യം നല്ല അടിത്തറ കിട്ടിയ തുടക്കം, പക്ഷെ പിന്നീട് മിഡിൽ ബാറ്റർമാർക്ക് പെർഫോം ചെയ്യാൻ കഴിയാതെ പോയത്. അവസാനത്തെ ഓവറിൽ എല്ലാം തിരിച്ചു പിടിച്ച് വീണ്ടും ന്യൂസിലൻഡ് പ്രതീക്ഷിച്ച് അർപ്പിച്ചിരുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് തകർത്ത മനുഷ്യൻ ശിവം ദൂബെ. ബാപ്പു എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ, ഒരുപക്ഷെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കോച്ച് ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇപ്പോൾ ചിന്തിക്കും എന്തായിരുന്നു നമുക്കന്ന് സംഭവിച്ചത്, നമ്മുടെ തലയ്ക്ക് എന്താണ് പറ്റിയത്. ഇത്രയും ജെം ഓഫ് എ പ്ലെയറിനെ 2 മത്സരങ്ങളിൽ പിടിച്ച് ഡ്രസ്സിംഗ് റൂമിൽ ഇരുത്താൻ മാത്രം എന്ത് പാപമാണ് അയാൾ ചെയ്തത്. കഴിഞ്ഞ മത്സരത്തിൽ 2 നിർണായക ക്യാച്ച്, ഈ മത്സരത്തിൽ ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും നിർണായകമായ മാച്ചപ്പുകൾ നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ വിളിക്കണം. അതോടൊപ്പം തന്നെ പറയേണ്ടത് തിലക് വർമ്മ. ഒരുപക്ഷെ അയാളുടെ ബാറ്റിംഗ് ഓർഡറിൽ നിന്നെല്ലാം മാറി ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് എന്നെ വേണ്ടത് ഞാൻ അതിനനുസരിച്ച് അവസരത്തിനൊത്ത് കളിക്കും ക്യാപ്റ്റൻ എന്ന് സൂര്യകുമാർ യാദവിനോട് പറയുക മാത്രമല്ല ടീമിന് അത് നൽകുന്ന ഒരു ഊർജം. ഒരു പ്ലെയർ തൻ്റെ സെൽഫ് സ്പോട്ട് അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ മാത്രം കളിക്കാതെ തന്നെ എവിടെ ഇറക്കിയാൽ പോലും താൻ കളിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു പ്ലെയറിനെയാണ് ഇന്ത്യൻ ടീമിന് ആവശ്യം. ആൻഡ് തിലക് വർമ്മ ഹാസ് ദാറ്റ്. മുകളിലേക്ക് പോയാൽ സൂര്യകുമാർ യാദവ് ദ ക്യാപ്റ്റൻ.
അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ വേണ്ട രീതിയിൽ തിളങ്ങിയില്ല. ആദ്യത്തെ പന്തിൽ തന്നെ ഡക്കായി മാറിയെങ്കിൽ പോലും അയാൾ ഫീൽഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ബൗളിംഗിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഇന്നത്തെ മത്സരം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആദ്യത്തെ ഓവറിൽ ഹർഷ്ദീപ് സിംഗ് 3 റൺസ് മാത്രം വിട്ടുകൊടുത്തപ്പോൾ രണ്ടാമത്തെ ഓവർ ഹാർദിക് പാണ്ഡ്യ 21 റൺസ് വഴങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഉടനെ തീരുമാനിക്കുകയാണ്, സ്പിന്നറിനെ കൊണ്ടുവരാം, അക്സർ പട്ടേലിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ തീരുമാനമെടുക്കുന്നു. ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരാമെന്ന് തീരുമാനമെടുക്കുന്നു. നിർണായകമായ 2 വിക്കറ്റുകൾ ബാക്ക് ടു ബാക്ക് പവർ പ്ലേയിൽ നേടിയെടുക്കുന്നു. ദ ക്യാപ്റ്റൻ ജെം T20 ലോകകപ്പ് വീണ്ടും ഇന്ത്യക്ക് സമ്മാനിക്കുന്നു സൂര്യകുമാർ യാദവിലൂടെ. ഒന്നുകൂടി മുകളിൽ പോയാൽ ഇഷാൻ കിഷൻ. ഒരുപക്ഷെ ഈ T20 ടീമിൽ നമ്മൾ ഇഷാൻ കിഷന് ഇതുപോലൊരു സ്പോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. കാരണം സഞ്ജു സാംസൺ ഉറപ്പിച്ചിരുന്ന പൊസിഷനിൽ നിന്നാണ് ഇഷാൻ കിഷനിലേക്ക് ആ സ്പോട്ട് മാറിയത്. അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചു അയാൾ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും നിർണായകമായ ഘടകമാണെന്ന്. ഈ ടൂർണമെന്റിൽ അപ്സ് ആൻഡ് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇഷാൻ കിഷനും അതനുസരിച്ച് തന്നെയാണ് കളിച്ചത്. പിന്നീട് പറയാനുള്ളത് അഭിഷേക് ശർമ്മ ഈ ടൂർണമെന്റിൽ 250 ബാക്കി എല്ലാ മത്സരങ്ങളിലും തിളങ്ങിയില്ലെങ്കിൽ പോലും why he is still the #1 ranker in T20 internationals എന്ന് അയാളുടെ റാങ്കിങ്ങും അയാളുടെ പോയിന്റ്സും തെളിയിക്കും. ലാസ്റ്റ് ബട്ട് നെവർ ദ ലീസ്റ്റ്, മലയാളി വിഴിഞ്ഞത്തുകാരൻ പയ്യൻ സഞ്ജു സാംസൺ. ഈ ടൂർണമെന്റിൽ എല്ലാവരും എഴുതി തള്ളിയ ആ മനുഷ്യനെ ഇന്നിതാ ഫൈനല്, സെമി, വെർച്വൽ ക്വാർട്ടർ ഫൈനൽ, ഈ മത്സരങ്ങളിലെല്ലാം തിളങ്ങി. 3 മത്സരങ്ങൾ കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ ഗതി മാത്രമല്ല അയാളെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.